ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രിക്ക് ടു ലേൺ അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. NI ആക്ടിൻ്റെ സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയുന്നത്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു അൺകണ്ടീഷണൽ ഓർഡറാണ്. ഇതിലൂടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുകയാണ് ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന പൈസ എനിക്കോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന മറ്റൊരാൾക്കോ നൽകണമെന്ന്. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു അൺകണ്ടീഷണൽ ഓർഡറാണ്. അതിലൂടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുകയാണ് ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന പൈസ എനിക്കോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന വേറൊരാൾക്കോ നൽകണമെന്ന്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പാർട്ടികളാണുള്ളത്: ഡ്രോയർ, ഡ്രോയി, പേയി. ആരാണോ ബില്ല് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് അവരെ നമുക്ക് ഡ്രോയർ എന്ന് പറയാം. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിൽ ഡ്രോയർ എപ്പോഴും സൺട്രി ക്രെഡിറ്റർ ആണ്. ആരാണോ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന പൈസ പേ ചെയ്യുന്നത് അവരാണ് ഡ്രോയി. ഇവിടെ അത് എപ്പോഴും സൺട്രി ഡെപ്റ്റർ ആണ്. ആർക്കാണോ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന പൈസ നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന പൈസ സ്വീകരിക്കുന്നത് അയാളാണ് പേയ് എന്ന് പറയുന്നത്. ചില സമയത്ത് പേയും ഡ്രോയറും ഒരാളാകാം, അല്ലെങ്കിൽ രണ്ടുപേരാകാനുള്ള സാധ്യതയുമുണ്ട്. എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന ഒരു വ്യക്തി 10,000 രൂപ വിലമതിക്കുന്ന സാധനങ്ങൾ ബിക്ക് കടത്തിന് വിൽക്കുകയാണ്. സാധനങ്ങൾ വിറ്റ എയെ നമുക്ക് ക്രെഡിറ്റർ എന്നും സാധനങ്ങൾ വാങ്ങിച്ച ബിയെ നമുക്ക് ഡെപ്റ്റർ എന്നും പറയാം. ക്രെഡിറ്ററായ എ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ബില്ല് തയ്യാറാക്കുന്നത്. സോ അയാളെ നമുക്ക് ഡ്രോയർ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന പൈസ നൽകേണ്ടത് ആരാണ്, സാധനങ്ങൾ വാങ്ങിച്ച ബി. സോ ബിയെ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോയി എന്നും വിളിക്കാം. ഓക്കെ, ബി പൈസ കൊടുക്കുന്നത് വരെയും എ സ്വന്തം കയ്യിൽ തന്നെ ഈ ബില്ല് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എയെ ഡ്രോയർ എന്നും വിളിക്കാം, അതുപോലെ തന്നെ പേയ് എന്നും വിളിക്കാവുന്നതാണ്. എന്നാൽ ഒരു പക്ഷേ എ ഈ ബില്ല് സി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിക്ക് കൈമാറുകയാണ്. ഇപ്പോൾ ബി ആർക്കാണ് പൈസ കൊടുക്കുന്നത്, സിക്കാണ്. സോ ആരാണോ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പറഞ്ഞിരിക്കുന്ന പൈസ സ്വീകരിക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണ് പേയ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇവിടെ പൈസ വാങ്ങിക്കുന്ന ആരാണ്, സി. സോ സി ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പേയ് ആയിട്ട് മാറുന്നത്. സോ ചില സമയങ്ങളിൽ ഡ്രോയറും പേയും ഒരാളായിരിക്കാം, ചില സമയങ്ങളിൽ എന്ത് ചെയ്യാം അവർ രണ്ടുപേരാകാനുള്ള സാധ്യതയുണ്ട്.